അസ്സലാമു അലൈക്കും. ഞാൻ സയ്യിദ് റബി പുതുപ്പറമ്പ്. എൻ്റെ ചോദ്യം നബിദിനവുമായി ബന്ധപ്പെട്ടാണ്. ഒമാ അർസൽനാക്ക ഇല്ലാ റഹ്മത്തം ലിൽ ആലമീൻ എന്ന് ഖുർആനിലുണ്ടല്ലോ, അത് റഹ്മത്താവുമ്പോൾ നമ്മൾ നബിൻ്റെ ഇതിൽ സന്തോഷിക്കണ്ടേ എന്നാണ് എൻ്റെ ചോദ്യം. മറ്റൊന്ന് ബി ഫളില്ലാഹി ബി റഹ്മത്തില്ല, അങ്ങനത്തെ. അപ്പോൾ നബിൻ്റെ ജന്മദിനത്തിൽ നമ്മൾ സന്തോഷിക്കണ്ടേ എന്താണ്? സഹോദരൻ ചോദിക്കുന്നത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് കാരുണ്യമായിട്ടല്ലാതെ ഓ നബിയെ അങ്ങേ നാം അയച്ചിട്ടില്ല എന്ന് ഖുർആൻ പറഞ്ഞു. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ മറ്റൊരായത്ത് ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു, അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ട് റഹ്മത്ത് കൊണ്ട് അവർ സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞ ആയത്ത്. ഈ രണ്ട് ആയത്തുകളും നബിദിനത്തിന് അല്ലെങ്കിൽ നബിയുടെ ജന്മദിനം കൊണ്ട് സന്തോഷിക്കാൻ തെളിവല്ലയോ എന്നാണ് ബഹുമാന്യനായ ചോദ്യകർത്താവ് ചോദിക്കുന്നത്. സാധാരണയായി നബിദിനം എടുക്കുമ്പോൾ പല സ്റ്റേജുകളിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണിത്. അടിസ്ഥാനപരമായി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചു കൊടുത്തത് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ഖുർആൻ അവതരിപ്പിച്ചു കൊടുക്കുകയും ഈ ഫബിദാലിക ഫൽയഫ്റഹു എന്ന ആയത്ത് ഓതിത്തന്നതും വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന ആയത്ത് ഓതിത്തന്നതും ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലുള്ളാഹിയുടെ പ്രത്യേകത നമുക്കറിയാം. എന്തിനാണ് നുബുവത്ത് നൽകി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞു വിട്ടത് എന്ന് ഖുർആൻ പറഞ്ഞത്? ലിതുബയ്യിന ലിന്നാസി, താങ്കൾ ജനങ്ങൾക്കത് വ്യക്തമാക്കി കൊടുക്കാനാണ്. അല്ലാതെ ഒരു കിതാബ് എല്ലാവരുടെയും കയ്യിൽ കൊടുത്തിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് പറയാൻ നിന്നാൽ അതുമായി പോകുന്ന ആളുകൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ട് ഓരോന്ന് ചെയ്യും. ഒരായത്ത് ഓതിക്കൊണ്ട് തന്നെ നിസ്കാരം 3 മതി എന്ന് പറയുന്ന ആൾക്കാർ ലോകത്തുണ്ട്. ആയത്ത് ഓതിയിട്ടാ പറയുന്നത് 3 മതി നിസ്കാരം എന്ന്. ഇങ്ങനെ ഓരോരുത്തരും അവനവന് അനുസരിച്ചുകൊണ്ട് ഖുർആനെ വ്യാഖ്യാനിക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ആ ആയത്തിന്റെ ഉദ്ദേശ്യം എന്താണ് എന്നും അതെങ്ങനെയാണ് ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കേണ്ടതുമെന്നും ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് അത് നടപ്പാക്കുകയും ചെയ്യും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രണ്ട് ആയത്തുകളും ഓതിത്തന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകന്റെ ജീവിതത്തിൽ വഫാത്താകുന്നത് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 63-ാമത്തെ വയസ്സിൽ റബീഉൽ അവ്വൽ മാസത്തിൽ റബീഉൽ അവ്വൽ 12-ന് ഈ ലോകത്ത് നിന്ന് യാത്രയാകുന്നു. ആ ദിവസം വരെ ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജന്മദിനം ആഘോഷിച്ച് സന്തോഷിക്കുക എന്നത് നടപ്പാക്കി തന്നിട്ടില്ല. നേരെമറിച്ച് നബിയുടെ പേരിൽ അല്ലെങ്കിൽ ദീനിന്റെ പേരിൽ ഖുർആനിന്റെ പേരിൽ വിശ്വാസികളായ ആളുകൾക്ക് എപ്പോഴും സന്തോഷമുണ്ട്. അത് ഏതെങ്കിലും ഒരു മാസത്തിൽ ഒരു ദിവസത്തിൽ ഏതാനും മണിക്കൂറിൽ വടികുത്തിച്ചാടലല്ല യഥാർത്ഥത്തിൽ അതിന്റെ പേരിലുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ. നേരെ മറിച്ച് എല്ലാ സന്ദർഭത്തിലും അൽഹംദുലില്ലാഹില്ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്, ഈ ഹിദായത്ത് തന്നതിന്റെ പേരിൽ അല്ലാഹുവിന് ഹംദ് സമർപ്പിക്കുക. സ്വർഗ്ഗത്തിൽ പോകുമ്പോൾ പോലും സ്വർഗ്ഗവാസികളായ ആളുകൾ ഇത് പറഞ്ഞിട്ടാ പോകുന്നത് എന്നാണ്. അൽഹംദുലില്ലാഹില്ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്, അല്ലാഹു ഇത് തന്നില്ലായിരുന്നെങ്കിൽ എനിക്കിത് കിട്ടുമായിരുന്നില്ലല്ലോ, അല്ലാഹുവേ ഇതെനിക്ക് തന്നുവല്ലോ, തീർച്ചയായും നിനക്ക് സ്തുതി അർപ്പിക്കുകയാണ് എന്ന ദീൻ കിട്ടിയ സന്തോഷം മുഅ്മിനുകളായ ആളുകൾ എപ്പോഴും പ്രകടിപ്പിക്കുന്നതാണ്. അല്ലാതെ ഈ രണ്ടായത്തുകൾ അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മീലാദ് ആഘോഷിക്കുക എന്നതായിരുന്നെങ്കിൽ അതൊരു ഖൈറായ പ്രവർത്തനമായിരുന്നുവെങ്കിൽ വലൗ കാന ഖൈറൻ ലസബഖൂനാ ഇലൈഹി, ഖൈറായ ഒരു നല്ല കാര്യമാണ്, ഒരു പുണ്യകരമായ കാര്യമാണ് എങ്കിൽ നമ്മെക്കാളും പുണ്യത്തിലേക്ക് നന്മയിലേക്ക് മുൻകടന്നവർ ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരാരും ഈ ആയത്തോതി ഈ രൂപത്തിൽ മീലാദ് ആഘോഷിക്കുന്നവരായിരുന്നില്ല. നബിയോ സ്വഹാബത്തോ താബിഉകളോ സച്ചരിതരായ തലമുറകളിൽപ്പെട്ട ഒരാളും ഇത് ആഘോഷിച്ചിട്ടില്ല എന്നുള്ളത് സുസമ്മതമായ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. സാധാരണ നബിദിനത്തിന് വേണ്ടി ആയത്തോതുന്ന ആളുകൾ ആയത്തിനെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത് എന്നത് മാത്രമാണ് ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു കാര്യം മനസ്സിലാക്കാൻ തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ.